ഇവിടെ പഠിച്ച 5-6 വർഷക്കാലം ചെയ്ത കാര്യങ്ങളും പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ മീഡിയ നിൽക്കുക. പിന്നെ ഒരു കൊല്ലത്തേക്ക് അത് മാത്രമായിരിക്കും വാർത്ത. അത്രമാത്രം നല്ലതും അല്ലാത്തതും ഒക്കെ ഈ ക്യാമ്പസിൽ ചെയ്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ പെട്ടെന്നിരുന്നപ്പോൾ പുറകിലേക്ക് നോക്കിയത് ഇവിടെ ഒരു ജനലും ഒരു കിളിവാതിലും ഉണ്ട് പുറകിലേക്ക് കാണാൻ. ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി വരുമ്പോൾ എനിക്ക് 14 വയസ്സേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ ആദ്യത്തെ ആഴ്ച എല്ലാവരും ലേക്ക് ക്യൂവിലേക്ക് പോകും. ഇവിടെ വന്നാൽ അവിടെ പോവാത്തൊരു കുട്ടി പോലും ഉണ്ടാവില്ല. ഞങ്ങൾ ലേക്ക് ക്യൂവിലേക്ക് പോയി, ഞങ്ങളെല്ലാം കുട്ടികളെല്ലാവരും ചേർന്ന്. അപ്പൊ എനിക്ക് തെങ്ങി കയറാൻ അറിയാം. ഞാൻ അവിടുത്തെ ലേക്ക് ക്യൂവിലെ തെങ്ങിൽ കയറി. അപ്പൊ ഈ കോളേജിൽ ആർക്കും തെങ്ങി കയറാൻ അറിയില്ല. അപ്പൊ എല്ലാവരും ആരാധകരായിട്ട് താഴെ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഒരു കാര്യം ഞാൻ മാത്രം കണ്ടില്ല. അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ഫാദർ മത്തായി അർക്കഞ്ചൽ, അദ്ദേഹം ഈ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ വന്ന് ബൈനോക്കുലർ വെച്ചത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ എനിക്ക് പിന്നെ എന്നും പഠിക്കുമ്പോ ഒക്കെ ഭീതിയാണ്. ഈ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ ഇതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ബൈനോക്കുലർ വെച്ച് നോക്കിയപ്പോൾ പ്രീ ഡിഗ്രി വിദ്യാർത്ഥി തെങ്ങിന്റെ മുകളിലിരിക്കും. പിന്നെ വിളിച്ചു വരുത്തി അദ്ദേഹം കർശനമായ താക്കീതൊക്കെ തന്നു. ഇനി അടുത്ത 2 വർഷവും അണ്ടർ സർവൈലൻസ് ആയിരിക്കും എന്ന് പറയും. അടുത്ത 2 വർഷവും എന്റെ നീക്കങ്ങളെല്ലാം. പിന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പൊ ഈ ഹാളിൽ വെച്ച് തന്നെ ഇവിടെ ജയറാം സാർ ഇരിക്കുന്നു. ജയറാം സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച അതിമനോഹരമായ ഒരു ആർട്ട് എക്സിബിഷൻ ഉണ്ട്. മറ്റു കോളേജുകളിലൊന്നും നടത്തി കാണില്ല അതുപോലത്തെ ഒരു ആർട്ട് എക്സിബിഷൻ. സാറ് തന്നെ ഒരു ചിത്രകാരനായിരുന്നു. സാറായിരുന്നതിന്റെ മുഖ്യ സംഘാടകൻ. ഞാൻ രാത്രി കിടന്നുറങ്ങിയത് ഈ സ്റ്റേജിലാണ്. തലേ ദിവസം രാത്രി ഇത് തയ്യാറെടുക്കണ്ടേ, ഞങ്ങൾ യൂണിയൻ ഭാരവാഹികളായ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും കൂടി ഇവിടെ മനോരമയും മാതൃഭൂമിയൊക്കെ വിരിച്ചിട്ടാണ് കിടന്നത്. അറിയാലോ, പത്രം വിരിച്ചിട്ടാണ് ഈ സ്റ്റേജിൽ കിടന്നുറങ്ങിയത്. അത്രയൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തിയാണ്, ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല.